ഓർത്തഡോക്സ് സഭ ആസ്ഥാനത്ത് പ്രതിഷേധം. സഭയുടെ 1934 ഭരണഘടനയെ അപമാനിച്ച അടൂർ കടമ്പനാട് ഭദ്രാസനാധിപൻ സഖറിയ മാർ അപ്രേം മെത്രാനെതിരെ സഭ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം. കോട്ടയം ദേവലോകം അരമനയിൽ ഓർത്തഡോക്സ് വിശ്വാസ സംരക്ഷണ കൂട്ടായ്മയാണ് പ്രതിഷേധിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, എപ്പോഴാണ് പ്രതിഷേധം ആരംഭിച്ചത്? പ്രതിഷേധം ഇപ്പോൾ സമാപിച്ചിരിക്കുകയാണ്. ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട് ഓർത്തഡോക്സ് സഭയിൽ ഒരു വലിയ വിള്ളൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ അടൂർ കടമ്പനാട് ഭദ്രാസനാധിപൻ സഖറിയ മാർ അപ്രേമിന്റെ ചില പരാമർശങ്ങൾ പുറത്തു വന്നത്. ഈ പള്ളിപിടുത്തം മാത്രമായി സഭാ പ്രവർത്തനങ്ങൾ ഒതുങ്ങിപ്പോയി. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പള്ളിപിടുത്തത്തിലൂടെ എന്ത് സന്ദേശമാണ് നൽകാൻ പോകുന്നത് എന്നടക്കമുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. യാക്കോബായ വിഭാഗത്തിന് അനുകൂലമായാണ് ഇത്തരത്തിൽ സഖറിയാസ് മാർ അപ്രേം മെത്രാൻ സംസാരിക്കുന്നതടക്കം പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ സഭയുടെ ഭരണഘടനയ്ക്കെതിരെയാണ്, ഒപ്പം തന്നെ സുപ്രീം കോടതി വിധിക്കെതിരെയാണ് അദ്ദേഹത്തിന്റെ പരാമർശമെന്നും ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഓർത്തഡോക്സ് സഭാ വിശ്വാസികൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പല ഇടങ്ങളിൽ നിന്ന് ഉയർന്നിരുന്ന ഒരു പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് നീങ്ങിയതെന്നാണ്. ഇന്ന് കോട്ടയം ദേവലോകം അരമനയിൽ ഓർത്തഡോക്സ് സഭാ വിശ്വാസ സംരക്ഷകർ എന്നുള്ള തരത്തിലുള്ള ഒരു കൂട്ടായ്മയാണ് ഈ സഖറിയ മാർ അപ്രേമിനെ നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം നടത്തിയത്. ഇത്തരത്തിലുള്ള ആവശ്യങ്ങളാണ്. ഇയാൾക്കെതിരെ നടപടിയെടുക്കണം, ഈ പദവിയിൽ നിന്ന് ഇയാളെ നീക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് പ്രതിഷേധം നടന്നത്. ഓർത്തഡോക്സ് സഭയിൽ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു, ഭിന്നതയുണ്ടായിരിക്കുന്നു പള്ളിത്തർക്ക വിഷയത്തിൽ എന്നുള്ള നിലയ്ക്കാണ് ഈ മാർ അപ്രേമിന്റെ പരാമർശങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായത്. ആ പരാമർശങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ വിശ്വാസികളുടെ പ്രതിഷേധം ഉണ്ടായത്. ഏതായാലും ഈ വിഷയത്തിൽ 48 മണിക്കൂറിനകം മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സഭ മേലധ്യക്ഷൻ ഇത്തരത്തിൽ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരുന്നു. ഒപ്പം തന്നെ ഈ നോട്ടീസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റുള്ള നടപടികൾ ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി 21-ന് സഭയിൽ ഒരു പ്രത്യേക യോഗം കൂടി ചേരുന്നുണ്ട്. ശരി, മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.